ദുബായിക്ക് പോകുന്നത് എപ്പോഴാ? ഇന്നലെ എന്റെ പെങ്ങൾ വിസയ്ക്ക് പണം അടച്ചു. 1 വീക്കിൽ പോവും. നിങ്ങളുടെ സിസ്റ്റർ അവിടെ ഉണ്ടോ? സ്വന്തം പെങ്ങൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതിനേക്കാളും വലുത് ഓ, എനിക്കവള്. ഞാനും നാളെ എറണാകുളത്തേക്ക് പോവാ. എന്താ അങ്ങനെ നോക്കുന്നേ? ഞാൻ വിട്ടുപോകുന്നത് ഈ സ്ഥലത്തെയാ, സീനോനെ അല്ല. നാളെ സ്റ്റേഷനിലേക്ക് വരില്ലേ? Fantastic. Because of your designs also, നമ്മുടെ ബ്രാൻഡിനൊരു ഇന്റർനാഷണൽ ലുക്ക് വന്നിട്ടുണ്ട്. Keep it up. താങ്ക് യു സർ. ഇത് നിങ്ങൾ ചോദിച്ച എമൗണ്ട്. താങ്ക് യു വെരി മച്ച് സർ. അത് സർ, ഇത്ര ദിവസം ക്യാഷ് ഒന്നും വാങ്ങാതെ ഇപ്പൊ മുഴുവൻ എമൗണ്ട് ഒരുമിച്ച് വാങ്ങുന്ന എന്തിനാ? എന്റെ അച്ഛന് ബാംഗ്ലൂർ ലോൺ ഉണ്ട്. ജസ്റ്റ് വാണ്ട് ടു ക്ലിയർ ഇറ്റ് സർ. ഓക്കെ ഓക്കെ കൂൾ സർ. Okay. താങ്ക് യു സർ. Yeah, ബൈ ബൈ. bye. നിറച്ചും ഷോപ്പിംഗ് ചെയ്യണം. അച്ഛന് നല്ല നല്ല ഡ്രസ് എടുക്കണം, മതിന് നിറയെ ഗോൾഡ് എടുക്കണം. പിന്നെ എനിക്ക് പൂജ 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 എല്ലാം ഓക്കെ. എല്ലാം ഒരിക്കൽ കൂടി ഒന്ന് ആലോചിച്ചു. നീ വീണ്ടും എന്റെ കൂടെ വരുന്നത്, വീണ്ടും അച്ഛൻ നിന്നെ കണ്ട് ദേഷ്യപ്പെടുന്നത്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. ഡാർലിംഗ്, അന്ന് അച്ഛൻ അങ്ങനെ പറഞ്ഞതിന് എനിക്ക് ഒരു ഫീലിംഗും ഉണ്ടായിട്ടില്ല കേട്ടോ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നിങ്ങളുടെ പെങ്ങളുടെ പഠിത്തത്തിന് അദ്ദേഹം കടം വാങ്ങി. നിങ്ങളുടെ കല്യാണത്തിന് കിട്ടുന്ന പണം എടുത്ത് അച്ഛൻ കടമടയ്ക്കാന്ന് പറയുമായിരുന്നില്ലേ? പക്ഷെ അത് നടന്നില്ല. അതല്ലാതെ എന്നോട് ഒരു ദേഷ്യമില്ല. പൂജ ടീ. എനിക്ക് വേണ്ട. പൂജ, യു നോ സംതിങ്, യു ആർ വെരി I സ്വീറ്റ്. ഐ നോ. താങ്ക് യു. My God. പൂജ. He's most wanted criminal ജിനബായ്. നമ്മുടെ ബോസ്. ജിനബായ് വേറെ ആരുമല്ല, നമ്മുടെ ബോസ്. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്ര നാളെ ജോലി എടുത്ത ജിന്നാബയുടെ അടുത്ത. അതെ, നിങ്ങൾ ആ കാര്യം മറന്നേക്ക് പ്ലീസ്. നിനക്ക് അവനെ കുറിച്ച് മുഴുവൻ അറിയില്ല. ഐ നോ ഹിം. ഹിസ് എ ബിഗ് ക്രിമിനൽ. കൊച്ചു കുട്ടികളെ പോലും വെറുതെ വിടില്ല അയാള്. ഐ തിങ്ക് യു ഷുഡ് ഫീൽ റെസ്പോൺസിബിൾ. ലെറ്റ്സ് ഗോ പോലീസ് സ്റ്റേഷൻ. അത് വേണ്ട. വാട്ട് ആർ യു സേയിങ് പൂജ? അതെ, ഇത്രയും നാളെ നമ്മൾ കഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ അച്ഛനുണ്ടാക്കിയ കട അടയ്ക്കാൻ വേണ്ടി. അവർക്ക് നമ്മൾ സഹായിക്കണ്ടേ? അവരെ സഹായിക്കേണ്ട ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു കലഹമൊന്നും വേണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം. ശരി, നീ ലഗേജ് പാക്ക് ചെയ്തു. ഞാൻ ലൈബ്രറി പോയി ബുക്സ് കൊടുത്തിട്ട് വരാം. അല്ല, ഞാനും കൂടെ വരാം. എക്സ്ക്യൂസ് മീ സർ, ഇത് നിങ്ങളുടെ ബുക്സ്. एक्सक्यूज मी, मेरे तस्वीर यहाँ पर। कल एक लड़की आई थी, ये फोटो यहाँ लगाने के लिए रिक्वेस्ट कर गई थी और एक लेटर भी आपके लिए छोड़ के गई। പ്രിയപ്പെട്ട ഏട്ടനും ഏട്ടത്തിക്കും. മധു. മധു, ഞാൻ നിങ്ങളെ തിരക്കി മുംബൈ വന്നിരുന്നു. എത്ര ശ്രമിച്ചിട്ട് നിങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ല ഏട്ടാ. അച്ഛന് ആക്സിഡന്റ് ഉണ്ടായി, നടക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. അന്ന് ഏട്ടനോട് അങ്ങനെ പെരുമാറിയതിനെ കുറിച്ച് ഓർത്ത് അച്ഛൻ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരെയും അച്ഛൻ കാണാൻ ആഗ്രഹിക്കുന്നു. ഒട്ടും ഉപേക്ഷ വിചാരിക്കാതെ തീർച്ചയായും വരണം. പ്ലീസ് ഏട്ടാ, എന്റെ സ്വന്തം അനിയത്തി മധു. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി. മധുവിനെ കാണാഞ്ഞിട്ട് എനിക്കൊരു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ലല്ലോ? Don't worry, ഇനി പേടിക്കാനൊന്നുമില്ല.
Superb, Chandru. You are extremely intelligent. നീ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകേണ്ട ആളാ. ജിന്നഭായ്, ഞങ്ങൾ രണ്ടുപേരും ഈ നാട് വിട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുക. ഞങ്ങൾ നിങ്ങളെ പറ്റി ആരോടും ഒന്നും പറയില്ല. പ്ലീസ്, ദയവ് ഇത് ഉപദ്രവിക്കരുത്. ചത്തുപോയ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് ഇമ്പോസിബിൾ. അതുപോലെ എന്നെ പറ്റി മനസ്സിലാക്കി അവർ ജീവിക്കുന്നത് ഈക്വൽ ഇമ്പോസിബിൾ. ചന്ദ്രു! എന്താ പറ്റി? ഇവരൊക്കെ ആരാ? എന്താണ് പറ്റി? പറയടാ. പൂജ, ഒന്നും ചെയ്യല്ലേ? അവളെ ഒന്നും ചെയ്യല്ലേ? അവളെ വിട്. ചന്ദ്രു, പിടിക്ക്. ചന്ദ്രു! ചന്ദ്രു! ചെറുത്ത! ചന്ദ്രു! ഒന്നും ചെയ്യല്ലേ? ഏട്ടനെ കാണാൻ പറ്റിയില്ല. എന്റെ ബാഡ് ലക്ക്. ഡോണ്ട് വരി മധു. ലൈബ്രറി ലെറ്റർ കൊടുത്തു കഴിഞ്ഞാലേ അവരത് മറക്കാതെ കൊടുക്കും. ട്രെയിനിന് ടൈം ആവുന്നുണ്ട്. വാ, നമുക്ക് പോവാം. സീനു വരാന്ന് പറഞ്ഞു. പൂജ, പൂജ, എണീക്ക്, എണീക്ക്. നിനക്കൊന്നുമില്ല. എണീക്ക്, മോളെ എണീക്ക്. എടാ ചന്ദ്രു, ചന്ദ്രു എണീക്കടാ. എടാ എണീക്ക്, എടാ എണീക്കടാ. എണീക്ക്, എടാ ഞാനാ വിളിക്കുന്നത്. എണീക്കടാ. ചന്ദ്രു, എനിക്കൊന്നുമില്ല. നമുക്ക് ആശുപത്രിയിൽ പോവാം. വാ, എണീക്ക്. എന്റെ അനിയത്തി ഇവിടെ എവിടെയോ ഉണ്ട്. നീ അവളെ കണ്ടുപിടിക്കണം. എന്നത് മധുമതിയല്ലേ? ചന്ദ്രു, എടാ ഞാൻ പറയാറുള്ള പെൺകുട്ടി ഇവളാടാ. ഇവളാടാ. അവൾ ഇവിടെ തന്നെ ഉണ്ടാ. ചന്ദ്രു, ചന്ദ്രു, ചന്ദ്രു എണീക്കടാ, എണീക്കടാ. അവരെ കൊന്നവൻ അതേ സ്ഥലത്ത് വെച്ച് എന്നെ തുണ്ടം തുണ്ടാക്കി കൊല്ലണമെന്ന് എനിക്ക് അടങ്ങാത്ത വാശി ഉണ്ടായിരുന്നു. അപ്പോഴാ ജിന്നാബായ് ഇവിടെ വരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ജിന്നാബായ് സിറ്റിയിലേക്ക് വരുന്നുണ്ട്. അവന്റെ ടാർഗറ്റ്സ് മട്കാൻ നായിക് ആൻഡ് ഹിസ് ബ്രദർ. എന്റെ അളിയൻ പറഞ്ഞ് ഖാദറിനെ കുറിച്ച് അറിഞ്ഞ ശേഷം ഞാൻ അവനെ ഫോളോ ചെയ്തു. അങ്ങനെ ഞാൻ ജിന്നാബായുടെ താവളം കണ്ടുപിടിച്ച് അയാൾ അനിയനെ കൊല്ലേണ്ടി വന്നു. പക്ഷെ ജിന്നാബായ് രക്ഷപ്പെട്ടു. നീ നിന്റെ ജീവനേക്കാളും സ്നേഹിച്ച നിന്റെ ചേട്ടൻ ജീവനോട് ഇല്ലെന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാ പറയാതിരുന്നത്. ഞാൻ ബാങ്കിൽ അടച്ച പണം മുഴുവൻ നിന്റെ ചേട്ടൻ തന്നതായിരുന്നു.